പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ വാട്സപ്പിലെ 3 പോപ്പുലർ ട്രിക്കുകളെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ആരും ഉപയോഗിക്കാത്ത ട്രിക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ ഇത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഈ ട്രിക്കുകളെ പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയി കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാട്സപ്പിൽ നമ്മൾ മിക്കവരും തന്നെ വീഡിയോ സ്റ്റാറ്റസുകൾ അപ്ലോഡ് ചെയ്യുന്നവരാണ്. എന്നാൽ ചിലപ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ സ്റ്റാറ്റസിലെ ഓഡിയോ കണ്ടന്റിനെ മാത്രമായിരിക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റസിലെ വീഡിയോ കണ്ടന്റിനെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാം എന്നതാണ് ആദ്യത്തെ ട്രിക്ക്. ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസിനായി ഒരു വീഡിയോ സ്റ്റാറ്റസ് എടുത്തിട്ടുണ്ട് ആൻഡ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാം. ഇതിലെ ഓഡിയോ ബീറ്റ്സ് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ വീഡിയോ കണ്ടന്റ് റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ കണ്ടന്റിന് പകരം നിങ്ങൾക്കൊരു സോളിഡ് ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആവും. ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ഫോർ നൗ ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്. സ്റ്റാറ്റസ് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇമോജീസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഇമോജിയാണ് സെലക്ട് ചെയ്യുന്നത് ആൻഡ് I'll just resize it. സെലക്ട് ചെയ്ത ഇമോജിയുടെ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. I'll just prefer white. ഈ ഒരു സ്ക്രീനിൽ ടെക്സ്റ്റ് കണ്ടന്റും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ആൻഡ് യു ക്യാൻ ഈവൻ ആഡ് മോർ സിമ്പിൾസ് ആസ് വെൽ. ഈ എഡിറ്റ് ചെയ്ത സ്റ്റാറ്റസ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. വാട്സപ്പിലെ ഒരു ചാറ്റ് എങ്ങനെ ടെമ്പററി ആയി ഹൈഡ് ചെയ്യാം എന്നതാണ് രണ്ടാമത്തെ ട്രിക്ക്. അതിനായി മറ്റേ ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നും തന്നെയില്ല, നമുക്ക് വാട്സപ്പിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ഹൈഡ് ചെയ്യേണ്ട ചാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആർക്കൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ചാറ്റ് ആർക്കൈവ്ഡ് ചാറ്റ്സ് എന്നൊരു ഓപ്ഷനിലാണ് സ്റ്റോർ ആയിരിക്കുന്നത്. ഈ ഹൈഡ് ചെയ്ത ചാറ്റിൽ നിന്ന് ഒരു പുതിയ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അൺഹൈഡ് ആവും. അല്ലാതെ അൺഹൈഡ് ചെയ്യാനായി ആർക്കൈവ്ഡ് ചാറ്റ്സ് എന്ന ഓപ്ഷനിൽ ചെന്ന് ആ ഒരു പർട്ടിക്കുലർ ചാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അൺആർക്കൈവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിലെ മെസ്സേജസ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം എന്നതാണ് മൂന്നാമത്തെ ട്രിക്ക്. ഇതിനായി മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത് വാട്സപ്പ് മെസ്സേജസ് ഷെഡ്യൂൾ ചെയ്യാൻ എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായ ഒരു യൂസർ ഇൻ്റർഫേസാണ് ഈ ആപ്ലിക്കേഷനുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം മെസ്സേജ് റെസിപ്പിയൻറ്റിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച മെസ്സേജ് ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് മെസ്സേജ് മാത്രമല്ല, അതിനോടൊപ്പം മീഡിയ ഫയൽസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മെസ്സേജ് സെൻഡ് ചെയ്യേണ്ട ടൈം സെലക്ട് ചെയ്യുക. ആൻഡ് ഞാനിവിടെ ഓൾറെഡി ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ടിക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ ഈ ആപ്ലിക്കേഷൻ ആ ഒരു പർട്ടിക്കുലർ റെസിപ്പിയൻറ്റിന് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത മെസ്സേജ് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് ഷെയറിംഗ് ആൻഡ് കീപ് സപ്പോർട്ടിംഗ്.